സീസൺ 5 വേദിയിൽ അരങ്ങേറുന്ന മനോഹര പ്രകടനങ്ങൾ കാണാം. തകർത്തിരിക്കുകയാണ് ആള്. നല്ല തൊണ്ടവേന എടുത്ത് പനിയായിട്ട് വന്നാൽ ഇതുപോലെ മഴവിൽ കാവടി എന്ന ചിത്രത്തിന് വേണ്ടി KS ചിത്ര ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത്. മനോഹര പ്രകടനം കാഴ്ചവെച്ച ഹരിചന്ദനയ്ക്ക് 98 മാർക്കാണ് ലഭിച്ചത്. എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിന് വേണ്ടി KS ചിത്ര ആലപിച്ച ഗാനവുമായാണ് ഗൗതമി എത്തിയത്. നല്ല ശബ്ദമായിരുന്നു. മനോഹര പ്രകടനം കാഴ്ചവെച്ച താരം 99 മാർക്കാണ് നേടിയത്. വേദിയെ വിസ്മയിപ്പിച്ചുകൊണ്ട് വേദിക കുട്ടി എത്തുന്നു. കുട്ടിക്കുറുമ്പി മനോഹര പ്രകടനമാണ് വേദിയിൽ കാഴ്ചവെക്കുന്നത്. തുടർന്ന് താരത്തിന്റെ സ്കൂൾ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുമുണ്ട്. കുരുത്തക്കേടും എല്ലാം അടങ്ങിയ ഒരാളാണ് നമ്മളെ വൈദേഹി മോള്. ആ രാജേഷ് മാഷിനെ പറ്റി എന്താ പറയാനുള്ളത്? പ്രൊഫൈലിൽ ഉണ്ടെന്ന് പറയുമ്പോ തന്നെ രാജേഷ് മാഷി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിൽ പാടാനാണ് അർജിത എത്തിയത്. അർജിത 97 മാർക്കാണ് നേടിയത്. 50ാം എപ്പിസോഡ് നിറവിൽ ടോപ്പ് സിംഗർ വേദിയിൽ ഗംഭീര പ്രകടനങ്ങളാണ് അരങ്ങേറുന്നത്. പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു കേട്ടോ. വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ശിവാനിക്കുട്ടി എത്തിയത്. ദിലീപ് കാവ്യ ജോഡികൾ തകർത്ത് അഭിനയിച്ച വെള്ളരിപ്രാവിന്റെ ചങ്ങാതി നല്ല രസമായിരുന്നു കേൾക്കാനും, അതുപോലെ തന്നെ വിഷ്വൽസ്. മലയാളി മനസ്സുകൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങളാണ് കുട്ടിത്താരങ്ങൾ ആലപിക്കുന്നത്. നല്ലൊരു വോയിസ് ആണ് മോൾക്ക് ദൈവം തന്നിട്ടുള്ളത്. അതന്നെ ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ്. വിധികർത്താക്കളെ പോലും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോൾ ഈ പാട്ട് അതിമനോഹരമാക്കി. വേദിയിൽ മനോഹര ഗാനവുമായി ആര്യനെത്തുന്നു. പക്ഷെ റിമൂ മതിച്ചേട്ടൻ നമ്മുടെ കൂടെയാ. പാട്ട് ഇഷ്ടപ്പെട്ടു, അവര് എഴുന്നേറ്റ് കൈയടിച്ചു. MG സാർ തുടർന്നും രസനിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത്. പാട്ട് ഇഷ്ടപ്പെട്ടു, അവര് എഴുന്നേറ്റ് കൈയടിച്ചു. MG സാർ അനങ്ങിയില്ല. വേദിയിൽ മനോഹര പ്രകടനമാണ് ആര്യൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു കുട്ടിക്കും പാടാൻ പറ്റാത്ത കാര്യങ്ങൾ നീ പാടി. എനിക്കതിൽ അസൂയുണ്ട്. വേദിയിൽ മനോഹര പ്രകടനമാണ് ആര്യൻകുട്ടൻ കാഴ്ചവെച്ചിരിക്കുന്നത്. അടിപൊളി. ആ ഹൈപ്പിച്ചൊക്കെ പോയ ഹമ്മിങ്, ആ പാടിയ ഭാഗം എന്ത് രസമായിരുന്നു. അപരിചിതൻ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ആൻസറക്കുട്ടി വേദിയിലെത്തിയത്. വെരി ഗുഡ്. കാലൊക്കെ അങ്ങോട്ട് ഒന്നും പറയാനില്ല. മനോഹര പ്രകടനം കാഴ്ചവെച്ച ആൻസറക്കുട്ടി എഴുന്നേരുന്ന കൈയടിച്ചാണ് വിധികർത്താക്കൾ പ്രശംസിച്ചത്. അപരിചിതൻ എന്ന ചിത്രത്തിലെ ഗാനവുമായി എത്തിയ ആൻസറക്കുട്ടി 98 മാർക്കാണ് നേടിയത്. സംവിധാനം 4ാം ക്ലാസ്സിലെ വെക്കേഷൻ ആലപിച്ച ഗാനവുമായി അശ്വതി വേദിയിലെത്തി. അശ്വതി ഇത് എത്ര വയസ്സിലാ പാടിയത്? 4ാം ക്ലാസ്സിലെ വെക്കേഷൻ പാടിയതാണ്. ഇപ്പൊ എത്രയായി? ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു കുട്ടി. ആ രാത്രി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ദേവികക്കുട്ടി വേദിയിലെത്തിയത്. പല സ്ഥലങ്ങളിലും നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഫീല് കൊടുക്കണ കേൾക്കുമ്പോ. വേദിയിൽ മനോഹര പ്രകടനവുമായി ഋതുവീണ എത്തുന്നു. പാടിയത് ശ്രുതി ശുദ്ധമായിരുന്നു. കൂടുതൽ എന്ത് വേണം, ഇന്ന് ട്രീറ്റ് അല്ലേ എല്ലാവർക്കും. മനോഹര പ്രകടനം കാഴ്ചവെച്ച താരത്തിന് 99 മാർക്കാണ് ലഭിച്ചത്. ഓച്ചറ അമ്പലത്തിൽ പോയ ഒരു പ്രതീതി. വേദിയിൽ മനോഹര പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അമേഘ് എത്തുന്നു. അതിന് രാകേഷ് നമ്മുടെ പ്രൊഡ്യൂസറിന്റെ തീർച്ചയായിട്ടും വെറൈറ്റി ആയിട്ടാണ് ആ ഇരുന്ന് എല്ലാരും കൂടെ പാടുന്നത്. ഞാൻ ഇവിടെ ഉള്ളപ്പോ കണ്ടിട്ടില്ല. മനോഹര പ്രകടനം കാഴ്ചവെച്ച താരത്തിന് 98 മാർക്കാണ് ലഭിച്ചത്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 വേദിയിൽ അരങ്ങേറുന്ന അതിമനോഹര നിമിഷത്തിനായി നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കും.